أعوذ بالله السميع العليم من الشيطان الرجيم. إن الله لا يظلم مثقال ذرة وإن تك حسنة يضاعفها ويؤت من لدنه أجرا عظيما. اتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കണമെന്ന് വളരെ കനപ്പെട്ട ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നിത്യജീവിതത്തിൽ നിരന്തരമായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, അവയുടെ ആവർത്തനം കാരണം പലപ്പോഴും അതിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോകാറുണ്ട്, ശ്രദ്ധ കുറഞ്ഞു പോകാറുണ്ട്. അത്തരത്തിലുള്ള നാം ഏറെ ശ്രദ്ധിക്കുകയും നിരന്തരമായി പരിശോധിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ഒരു മേഖലയാണ് നമ്മുടെ സാമ്പത്തിക മേഖല. സമ്പത്തുമായി ബന്ധപ്പെട്ട ധാരാളം നിയമങ്ങളും നിർദ്ദേശങ്ങളും ദീനിലുണ്ട് എന്ന് നമുക്കറിയാം. സമ്പത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടുന്ന ഒരുപാട് നിർദ്ദേശങ്ങളും വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതിലേറെ ഗൗരവമുള്ള കാര്യമാണ് കടമിടപാട് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ സംസാരം ശ്രദ്ധിക്കുന്ന നമ്മിൽ ഒരാൾ പോലും കടത്തിൽ നിന്ന് മുക്തമായിരിക്കില്ല. പറയുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ കടമുണ്ട്. കടമെന്ന് പറയുമ്പോൾ ഭീമമായ ഒരു സംഖ്യ ഉണ്ടാകണമെന്നില്ല. ചെറുതായാൽ പോലും അത് ഗൗരവമുള്ള കാര്യമാണ്. കടമിടപാട് എന്ന് പറയുന്നത് കേവലം ഒരു സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല. അവന്റെ വിശ്വാസം, അവന്റെ സ്വഭാവം, അവന്റെ ബർസഖിയായ ജീവിതം, പരലോക ജീവിതം, ഇതുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. അവന്റെ വിശ്വാസത്തെ പോലും സ്വഭാവത്തെ പോലും പലപ്പോഴും പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിനെ വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന, നാം അനിവാര്യമായും ശ്രദ്ധിക്കേണ്ടുന്ന അതിന്റെ മുഴുവൻ മേഖലകളെ കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അപകടം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ വരാനിരിക്കുന്ന അപകടത്തെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു ഹദീസിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം, അള്ളാഹുവിലുള്ള വിശ്വാസം, ഇതര സൽക്രമങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സ്വഹാബികൾക്ക് ഉത്ബോധനം നൽകുകയാണ്. അപ്പോൾ ഒരു അനുചരൻ, ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടാൽ അഥവാ രക്തസാക്ഷിത്വം വരിച്ചാൽ തുകഫറു അന്നി ഖതായായ, എന്റെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടുമോ? ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ
പടപൊരുതി രക്തസാക്ഷിത്വം വരിച്ചു എങ്കിൽ എന്റെ പാപങ്ങളൊക്കെ അള്ളാഹ് പുറത്തു തരുമോ എന്നാണ് സ്വഹാബി അനുചരൻ ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം ഇൻ ഖുതിൽത ഫീ സബീലില്ലാഹ് വഅൻത സ്വാബിർ മുഹ്തസിബ് മുഖ്ബിൽ ഗൈറു മുദ്ബിർ. നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷിത്വം വരിച്ചു. അവിടെ നീ ആ യുദ്ധത്തിലുണ്ടായ സകലമാന പ്രയാസങ്ങളെയും സഹനപൂർവ്വം നീ നേരിട്ടു. യുദ്ധം ചെയ്യുക വഴി നീ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലമാണ്. പ്രതിഫലം കാക്ഷിച്ചിട്ടാണ് യുദ്ധം. നിന്റെ ധീരത, നിന്റെ സാമർത്ഥ്യം ഇത് തെളിയിക്കാനല്ല, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കൂലി ലഭിക്കണം എന്നത് മാത്രമാണ് നിന്റെ ഉദ്ദേശം. മുഖ്ബിലാണ്, നീ മുന്നേറും, അഥവാ ശത്രുവിനെ കണ്ട് പേടിച്ച് പിന്മാറുകയല്ല, നീ ധൈര്യസമേതം മുന്നോട്ട് പോകുന്നു, പിന്തിരിയുന്നില്ല. ഇങ്ങനൊക്കെ ഈ നിബന്ധനകളെല്ലാം പാലിച്ച് നീ യുദ്ധം ചെയ്താൽ അതിന്റെ യുദ്ധത്തിന്റെ ന്യായമായ കാരണങ്ങളുണ്ടായി. ന്യായമായ കാരണത്താൽ ഉണ്ടാകുന്ന ഒരു യുദ്ധത്തിൽ നീ പങ്കെടുത്ത് ഈ നിബന്ധനകളൊക്കെ പാലിച്ച് നീ യുദ്ധം ചെയ്താൽ നിന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. ഇല്ലദ്ദീൻ, കടമൊഴിക്കും. രക്തസാക്ഷിക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാത്ത കാര്യമാണ് കടമിടപാട്. റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്ന ജിബ്രീല അലൈഹിസ്സലാം ഖാല ലീ ദാലിക്. ഇങ്ങനെ രക്തസാക്ഷിക്ക് പോലും അല്ലാഹു തആല അവന് കടമുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ എത്രമേൽ സുഹൃതങ്ങൾ ചെയ്താലും കടമുണ്ടെങ്കിൽ അത് വീട്ടാതെ അല്ലാഹു തആല നമുക്കത് വിട്ടുതരില്ല, പുറത്തു തരില്ല. രക്തസാക്ഷിക്ക് പോലും പൊറുക്കില്ല എങ്കിൽ രക്തസാക്ഷിയുടെ ഫضل നമുക്കറിയാം. ശത്രുവിന്റെ വെട്ടേറ്റ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഭൂമിയിൽ ഇറ്റി വീഴുന്ന ആദ്യത്തുള്ളി രക്തത്തോടു കൂടി അയാളുടെ മുഴുഭാവങ്ങളും പൊറുക്കപ്പെടും. രക്തസാക്ഷിക്ക് കിട്ടുന്ന മൻസില പദവി അതാണ്, ശ്രേഷ്ഠത അതാണ്. കടം അതിൽ നിന്നൊഴിവാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ദീനി പ്രബോധന മേഖലകളിൽ സജീവരായിരിക്കും, പക്ഷേ അവന്റെ കടമിടപാട് അതിൽ വീഴ്ചകൾ വരുന്നുവെങ്കിൽ കടം വാങ്ങാൻ പാടില്ല എന്നതിനർത്ഥമില്ല. അതിന്റെ നിബന്ധനകൾക്ക് വഴിയെ പറയാം. അവൻ ധാരാളം ആളുകൾക്ക് അവൻ വഴി ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അവൻ ഉണ്ടെങ്കിൽ പോലും, ഇതൊക്കെ വലിയ സുഹൃതമാണ് എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ അവൻ മോശക്കാരനാണ് എങ്കിൽ അത് വീട്ടുവാനുള്ള മാർഗമില്ലാതെ, അല്ലെ കടമിടപാട് ശരിയാക്കാനുള്ള സംവിധാനം ചെയ്യാതെയാണ് അവൻ ഇഹലോകത്ത് നിന്ന് കണ്ണടച്ചു പോകുന്നതെങ്കിൽ അവന്റെ ഭാവിയെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എത്ര വലിയ ആളായാലും ശരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ പറഞ്ഞു, അല്ലാഹു തന്നെയാണ് സത്യം. ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചു, പിന്നെ അയാൾക്ക് വീണ്ടും അല്ലാഹു ജീവിതം നൽകി. വീണ്ടും ഇഹലോകത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് വിചാരിക്കുക, വീണ്ടും ഇഹലോകത്തേക്ക് കൊണ്ടുവന്നു, വീണ്ടും അയാൾ യുദ്ധം ചെയ്തു, വീണ്ടും രക്തസാക്ഷിയായി. ഇങ്ങനെ യുദ്ധം ചെയ്ത് രക്തസാക്ഷിയാകുന്നു, വീണ്ടും ജീവൻ നൽകുന്നു, വീണ്ടും ദുനിയാവിലേക്ക് വരുന്നു. അങ്ങനെ സംഭവിച്ചാൽ പോലും ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകണമെങ്കിൽ അയാൾക്ക് വല്ല കടമുണ്ടെങ്കിൽ അത് വീട്ടിയിരിക്കണം, എങ്കിലേ അയാൾക്ക് അതിൽ നിന്ന് രക്ഷ കിട്ടുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്നതിന്റെ ഗൗരവം പഠിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുള്ള രീതി, വിവിധ മാർഗങ്ങളിലുള്ള വിവിധ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ പോലും കടബാധ്യതയിൽ നിന്ന് കാവൽ തേടിയിരുന്നു. നമ്മളെ നമസ്കാരത്തിലെ
തശഹുദ്, സ്വലാത്ത്, ഇതിനൊക്കെ ശേഷം നമ്മൾ അള്ളാഹുവിൽ നിന്ന് ശരണം തേടേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ റസൂലുള്ള ശരണം തേടിയിരുന്നൊരു കാര്യം, രക്ഷ തേടിയിരുന്നൊരു കാര്യമാണ്, അള്ളാഹുവേ കടബാധ്യതയിൽ നിന്ന് എനിക്ക് നീ കാവൽ നൽകണേ, എന്നെ നീ രക്ഷിക്കണേ എന്ന്. ധാരാളമായി, എപ്പോഴെങ്കിലുമല്ല, ധാരാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിക്കുന്നു, നമസ്കാരത്തിന് പുറത്തുമൊക്കെ. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ എന്താണ് ധാരാളമായി ഈ കടമിടപാടിൽ നിന്ന് കാവൽ ചോദിക്കുന്നത്? എന്താണ് ഇതിന്റെ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, ഇന്ന റജുല ഇദാ ഗരിമ ഹദ്ദത ഫകദബ വവഅദ ഫഅഖ്ലഫ്. ഒരാൾ കടം വാങ്ങിയാൽ അവൻ നാളെ തരാമെന്ന് പറയും, അല്ലെങ്കിൽ അയാൾ കളവ് പറയും, പറഞ്ഞ സമയത്ത് കൊടുക്കില്ല, അല്ലെങ്കിൽ അയാൾ നാളെ തരാന്ന് പറയുമ്പോൾ തന്നെ ഉദ്ദേശം കൊടുക്കണ്ടെന്നായിരിക്കും. അങ്ങനെ കളവ് പറയാൻ സാധ്യതയുണ്ട്, വാഗ്ദാനം ലംഘിക്കും. ഇതൊക്കെ ഈ ഇടപാടിൽ വരാൻ സാധ്യതയുള്ള കാര്യമാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കടമിടപാട് എന്ന് പറയുന്നത് അത് നമ്മുടെ സ്വഭാവത്തെ പോലും പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി കാവൽ ചോദിച്ചിരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം കൊടുക്കുന്നു. ഇത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു ജനാസ കൊണ്ടുവന്നാൽ റസൂലുള്ളാഹി ചോദിക്കും, ഈ മയ്യിത്തിന് വല്ല കടബാധ്യതയുമുണ്ടോ? കടബാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറയും, ഞാൻ നമസ്കരിക്കില്ല, നിങ്ങൾ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കും, വിട്ടുനിൽക്കും റസൂലുള്ളാഹി. ഏത് റസൂൽ? ഇതിനോട് നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ത്വായിഫിലേക്ക് പ്രവാചകൻ പലായനം നടത്തി, 10 ദിവസം ത്വായിഫിൽ പാർത്തു. ശത്രുക്കളുടെ മർദ്ദന മുറകൾ സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്ന് മടങ്ങുന്ന വേളയിൽ മലകളുടെ ചുമതലയുള്ള മലക്കിനെ പറഞ്ഞയച്ചു അള്ളാഹു നബിയുടെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, ഈ ശത്രുക്കളുടെ മീതെ ഈ മല മറിച്ചിട്ട് അവരെ നശിപ്പിക്കാൻ അല്ലാഹു തആല അനുവാദം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ സമ്മതമുണ്ടെങ്കിലേ അത് ചെയ്യാവൂ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് വേണ്ട, ഈ ആളുകളുടെ പിന്മുറക്കാരിൽ നിന്നെങ്കിലും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ശുദ്ധ മുവഹിദുകൾ ഉണ്ടാകുകയാണെങ്കിൽ അതാണല്ലോ നല്ലത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റത്തെ നസീഹത്ത് ഈ ശത്രുക്കളോട് കാണിച്ചു. ഇതേ റസൂലുള്ളാഹി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്തു. അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. ഈ ആളുകൾ വിവരമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ട് അവർക്ക് നീ മാപ്പ് നൽകണം, അവർക്ക് നീ പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. ഇതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒരു മുസ്ലിമിന്റെ മയ്യിത്ത് കൊണ്ടുവന്നാൽ കടമുണ്ട് എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുന്നത്. ഒരു മുസ്ലിമിന്റെ, ഒരു സ്വഹാബിയുടെ മയ്യിത്ത് കൊണ്ടുവന്ന അദ്ദേഹത്തിന് കടമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഭീമമായ ഒരു സംഖ്യ വേണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, 2 ദീനാർ 2 ദിർഹമൊക്കെ കടമുള്ള മയ്യത്തിന് വരെ റസൂലുള്ളാഹി നമസ്കരിക്കാതെ മാറി നിന്നിട്ടുണ്ട്. അങ്ങനെ മാറി നിന്ന് റസൂലുള്ളാഹി നോക്കൂ നിങ്ങൾ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഗൗരവം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുക അത്രമേൽ ഗൗരവമുള്ള വിഷയമാണ്. ഏതാണ് റസൂൽ? തന്റെ ഉമ്മത്തിനോട് അങ്ങേയറ്റം കൃപയുള്ള ആളാണ്. റഊഫ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ ഒരു വിശേഷണം. ഏറെ കൃപയുള്ള ആൾ, ഉമ്മത്തിനോട് ഏറെ കൃപയുള്ള ആളെ, നമ്മുടെ മാതാപിതാക്കളെക്കാളേറെ നമ്മോട് കരുണയുള്ള ആളാണ്. സൃഷ്ടികളിൽ നമ്മോട് ഏറ്റവും അധികം കരുണയുള്ള ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിയാണ് ഇവിടെ നമസ്കരിക്കാതെ മാറി നിൽക്കുന്നത്.
ഞാൻ പറഞ്ഞു വലിയൊരു സംഖ്യ വേണമെന്നൊന്നുമില്ല. ഒരിക്കൽ ഒരു ജനാസ കൊണ്ടുവന്നു. പതിവ് പോലെ റസൂൽ ചോദിച്ചു, ഈ മയ്യത്തിന് കടമുണ്ടോ? കടമുണ്ട്. എത്രയുണ്ട് എന്ന് ചോദിച്ചു. 2 ദീനാർ കടമുണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു, ഞാൻ നമസ്കരിക്കുന്നില്ല, വിട്ടുനിന്നു. ആ സദസ്സിൽ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്ന അബൂ ഖതാദ അൽ അൻസ്വാരി എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം പറഞ്ഞു, നബിയെ, ആ 2 ദീനാർ ഞാൻ ഏറ്റെടുത്തു, ഞാൻ വിട്ടിക്കോളാം. ആ മയ്യത്തിന്റെ 2 ദീനാറാണല്ലോ കടം, അത് ഞാൻ ഏറ്റെടുത്തു, ഞാനത് അതിന്റെ അവകാശികൾക്ക് കൊടുത്തു വിട്ടാം. അപ്പോഴാണ് റസൂൽ നമസ്കരിക്കാൻ തയ്യാറായത്. പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടമേറ്റെടുത്ത അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, കടം വീട്ടിയോ? അദ്ദേഹം പറഞ്ഞു, ഇന്നലെയല്ലേ മരിച്ചത്, അദ്ദേഹം ആയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ 2 ദീനാർ നിന്റെ പിരടിയിലാണ്, അതിന്റെ ബാധ്യത നിനക്കാണ് എന്നിങ്ങനെ ഗൗരവത്തിൽ റസൂൽ ആവർത്തിച്ചു പറഞ്ഞു. കടം വീട്ടി എന്ന വിവരം ലഭിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, അൽ ആന ബർദത് അലൈഹി ജിൽദു, ഇപ്പോഴാണ് ആ മയ്യത്തിന് ഖബറിൽ ഒരു നല്ല അവസ്ഥ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ജിൽദിനൊരു തണുപ്പ് എന്ന് പറഞ്ഞാൽ ഖബറിൽ ബർസഖിയായ ജീവിതത്തിൽ ഇപ്പോഴാണ് ഒരു സുഖകരമായ അവസ്ഥ മയ്യത്തിന് കിട്ടിയത്. അപ്പൊ കടം ഏറ്റെടുത്താൽ മാത്രം പോരാ, ആ ബാധ്യത വീട്ടുക കൂടി ചെയ്യുമ്പോഴാണ് ഖബറാളിക്ക് സുഖകരമായ അവസ്ഥ ഉണ്ടാകുക എന്നീ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ ഇസ്തിംബാത്ത് നിർദ്ധാരണം ചെയ്തെടുത്തതായി നമുക്ക് കാണാം. ഇങ്ങനെ വിവിധ രൂപത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ അനിവാര്യ ഘട്ടത്തിൽ മാത്രമേ കടം വാങ്ങാവൂ. വേറെ നിർവാഹമില്ലെങ്കിലേ അത്തരം മാർഗം സ്വീകരിക്കാവൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മൾ 3ആയി തിരിക്കണം. അവശ്യം, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ, അതിന്റെ താഴെയാണ് ആവശ്യം, അതിന്റെയും താഴെ പിന്നെ അനാവശ്യം. ഇങ്ങനെ ഞാൻ വാങ്ങുന്നത് അനിവാര്യമായ അവശ്യമായ കാര്യത്തിനാണോ, ആവശ്യത്തിനാണോ, അതോ അതിന്റെ രണ്ടിന്റെ പുറത്തുള്ള അനാവശ്യമായ കാര്യത്തിനാണോ എന്ന് വേർതിരിച്ച് ചിന്തിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. 3 കാര്യങ്ങൾ, ഷർത്തുകൾ പണ്ഡിതന്മാർ കടം വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതായി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 1, കടം വാങ്ങുന്ന വ്യക്തി അത് വീട്ടണം, അതിനെ കൊടുത്തു വീട്ടും എന്ന ഉറച്ച തീരുമാനം അയാൾക്കുണ്ടാകണം. വാങ്ങുമ്പോ തന്നെ കൊടുക്കൂല എന്നാണെങ്കിൽ അതിന്റെ വിധി വഴിയെ പറയാം. വാങ്ങുമ്പോൾ അയാൾക്ക് ദൃഢമായ ഒരു തീരുമാനം ഉണ്ടാകണം, ഇത് ഞാൻ എന്തായാലും തിരിച്ചു കൊടുക്കും. ഇതാണ് 1ാമത്തെ നിബന്ധന. 2, കൊടുത്തു വീട്ടാവുന്ന സംഖ്യയെ വാങ്ങാവൂ. നമ്മുടെ പരിധിയിൽപ്പെട്ട നമ്മളെ കൊക്കിൽ ഒതുങ്ങുന്നതേ വാങ്ങാവൂ. അത് 2ാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ നിബന്ധന, ദീൻ അനുവദിച്ച കാര്യങ്ങൾക്കായിരിക്കണം. ഇസ്രാഫിന് വേണ്ടിയോ ധൂർത്തിന് വേണ്ടിയോ ഒന്നുമാകരുത്. ദീൻ ശറഅ് അനുവദിച്ചിട്ടുള്ള വിഷയത്തിലായിരിക്കണം അയാൾ കടം വാങ്ങേണ്ടത്. ഈ 3 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വേണം കടം ഇടപാടുകൾ നടത്താൻ എന്ന് പണ്ഡിതന്മാർ ആയത്തുകളുടെ ഹദീസുകളുടെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് തന്നെ കടത്തെക്കുറിച്ചാണ് നമുക്കറിയാം. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്, ഒരു പേജ്, ഒരായത്ത് അൽ ബഖറയിലെ ആയത്തുദ്ദൈൻ എന്ന് പറയുന്ന ഒരു പേജാണ്. അത് കടമിടപാടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത്രയും ഗൗരവത്തിലെടുക്കേണ്ടെന്ന കാര്യമാണെന്നർത്ഥം. കടേനി ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം, കടം വീട്ടണമെന്ന നിയ്യത്തിൽ വാങ്ങുന്ന ആളുകളുണ്ട്, കടം വാങ്ങുമ്പോൾ തന്നെ അത് വീട്ടില്ല എന്നുള്ള തീരുമാനത്തിൽ വാങ്ങുന്ന ആളുകളുണ്ട്. രണ്ടിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ കടം വാങ്ങുമ്പോൾ അത് ഞാൻ എന്തായാലും കൊടുത്തു വീട്ടും എന്ന ദൃഢ തീരുമാനത്തോടു കൂടെയാണ് അയാൾ വാങ്ങുന്നതെങ്കിൽ അത് വീട്ടാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കും. മന്നഖദ അംവാലന്നാസ് യുരീദു അദാഅഹ അദ്ദല്ലാഹു അൻ
വാങ്ങുമ്പോൾ വീട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടെ ജനങ്ങളുടെ ധനം പറ്റുന്നവൻ, കടം വാങ്ങുന്നവൻ, അള്ളാഹു തആല അവനത് വീട്ടിക്കൊടുക്കും. അള്ളാഹു വീട്ടാനുള്ള മാർഗം അള്ളാഹു അവന് തുറന്നു കൊടുക്കും. വാങ്ങി നശിപ്പിക്കുക അഥവാ കൊടുക്കൂല എന്ന തീരുമാനം, അങ്ങനെയാണെങ്കിൽ അള്ളാഹ് അവനെ നശിപ്പിക്കും. അവന്റെ ഇടപാടുകൾ, അവന്റെ സ്ഥാപനം, കച്ചവടം, വ്യവഹാരം, വ്യവസായം ഒക്കെ തകർന്നു പോകും. അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. വാങ്ങുമ്പോൾ തന്നെ കൊടുക്കില്ല എന്ന തീരുമാനത്തോടു കൂടെയാണ് വാങ്ങുന്നതെങ്കിൽ അവനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചിട്ടുള്ളത് കള്ളൻ എന്നാണ്, മോഷ്ടാവ് എന്നാണ്, മറ്റൊരാളുടെ ധനം അപകരിച്ചെടുക്കുന്നവൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ള പറഞ്ഞു, ഒരാള് കടം വാങ്ങുമ്പോൾ തന്നെ അവന്റെ തീരുമാനം കൊടുക്കാൻ വേണ്ടി വാങ്ങണല്ല, കൊടുക്കൂല എന്ന തീരുമാനം. അങ്ങനെ ഒരാളെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് ലഖിയല്ലാഹ സാരിഖൻ, അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ കള്ളനായിട്ടാണ് അവൻ അള്ളാന്റെ അടുത്ത് വരിക, മോഷ്ടാവ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, എഴുതി വെക്കണം, വസിയത്ത് ചെയ്യണം. ഖുർആൻ തന്നെ പറഞ്ഞതാണ്, വസിയത്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാകാറുള്ളത്, ഒരു മയ്യത്ത് കൊണ്ടുവന്നാൽ ഈ മയ്യത്തിന് വല്ല കടബാധ്യതയും ഉണ്ടെങ്കിൽ ഇന്നയാളെ ഏറ്റെടുത്തു എന്ന് പറയും. ഞാൻ തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷേ അത് മാത്രം പോരാ, എഴുതി വെക്കണം. എത്രയാണ് കടമെന്ന് എഴുതണം. നമ്മുടെ മക്കൾക്ക് അറിയണം, നമ്മുടെ ഇണകൾക്കറിയണം നമ്മുടെ കടം. പലപ്പോഴും എന്റെ കടം എത്രയെന്ന് എന്റെ കുടുംബത്തിന് അറിയാതെ പോകരുത്. നമ്മൾ പലരും ചിലപ്പോ നമ്മുടെ കടം എത്രയുണ്ടെന്ന് നമ്മുടെ ഭാര്യമാർക്ക് പോലും ചിലപ്പോൾ അറിയില്ല. അത് സുഖകരമായ ഒരു കാര്യമല്ല. അത് രേഖപ്പെടുത്തണമെന്നത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. കടം വീട്ടാൻ വസിയത്ത് ചെയ്യണം. മഹാനായ സുബൈർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മരിക്കുന്ന സമയത്ത് 22 ലക്ഷം അദ്ദേഹത്തിന്റെ കടമുണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ കടം ഇങ്ങനെ വാങ്ങിക്കൂട്ടിയതല്ല. അതിന്റെ കാരണം വേറെയാണ്. അദ്ദേഹത്തിന്റെ പക്കൽ ആളുകളെ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കും, അമാനത്തായിട്ട് ഏൽപ്പിക്കും. അപ്പൊ അദ്ദേഹം പറയും, അമാനത്താക്കേണ്ട, കടമാക്കിയാൽ മതി എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഉള്ള ഉദ്ദേശ്യം, അമാനത്തായി നമ്മളൊരു കാര്യം, ഒരു വസ്തു ഒരാൾ ഏൽപ്പിച്ചാൽ നമ്മളത് ശരിക്കും ശ്രദ്ധിക്കുകയും ഗൗനിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ എന്നിട്ടും നമ്മുടെ മക്കൾ അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ സമ്പത്ത് നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനല്ല. പക്ഷെ കടമാകുമ്പോഴോ, കടമാണെങ്കിൽ എന്തായാലും തന്നകത്ത് കൊടുക്കണം. അപ്പൊ സുബൈർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കുന്നത്, ഈ തരുന്ന ആൾക്ക് എന്തായാലും അത് തിരിച്ചു കിട്ടണവർക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം കടമാക്കിയാൽ മതി, അത് വദിയഅത്തും അമാനത്തും ആക്കേണ്ടതില്ല എന്ന് പറയുന്നത്. അങ്ങനെ വന്ന കടമാണ് 22 ലക്ഷം. അദ്ദേഹം മരിക്കാനാകുന്ന വേളയിൽ മകനെ വിളിച്ചു, അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, എന്റെ കടങ്ങൾ ഇത്രയാണ്, രേഖപ്പെടുത്തുന്നു, ഇത്രയാണ് കടം. എന്റെ സ്വത്ത് മുഴുവൻ വിറ്റിട്ടാണെങ്കിലും നീ ആ കടം മുഴുവനും വീട്ടണം എന്ന് വസിയത്ത് ചെയ്തു. മകൻ അത് ഏറ്റു. വാപ്പ ഒരു കാര്യം കൂടെ പറഞ്ഞു, എപ്പോഴെങ്കിലും എന്റെ കടം വീട്ടാനുള്ള വല്ല പ്രയാസവും നിനക്ക്, സ്വത്ത് വിൽക്കാനോ മറ്റോ വല്ല പ്രയാസവും നിനക്കുണ്ടെങ്കിൽ എന്റെ മൗലയെ വിളിച്ച് സഹായം തേടണം. എന്റെ മൗലനോട് സഹായം ചോദിച്ചാൽ മതി, മൗല സഹായിച്ചോളൂ. അപ്പൊ വാപ്പ ആരാണ് ഈ മൗല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ മകൻ ചിന്തിക്കണം. ആരായിരിക്കും വാപ്പാന്റെ മൗല? വാപ്പാനോട് ചോദിച്ചു, ആരാങ്ങളെ മൗല? വാപ്പ പറഞ്ഞു, എന്റെ മൗലാൻ എന്റെ അള്ളയാണ്, പടച്ചോനാ എന്റെ മൗല. അതുകൊണ്ട് എന്റെ കടബാധ്യത വീട്ടാൻ വല്ല പ്രയാസവും നിനക്കുണ്ടെങ്കിൽ നീ എന്റെ മൗലയോട് സഹായം ചോദിക്കണം. മകൻ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വാപ്പാന്റെ കടം വീട്ടാനുണ്ടാകുന്ന വല്ല പ്രയാസവും എനിക്ക് നേരിടുമ്പോഴൊക്കെ ഞാൻ പറയും, യാ മൗല സുബൈർ യഖ്ളി അൻ ഗുദ്ദൈൻ, സുബൈറിന്റെ മൗലയായ അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ കടം നീ വീട്ടണേ, അഥവാ കടം വീട്ടാനുള്ള മാർഗം നീ തുറന്നു തരണേ എന്ന് പ്രാർത്ഥിക്കും. അത് പ്രാർത്ഥിക്കുമ്പോഴേക്കും അതിന്റെ മാർഗങ്ങൾ ഇങ്ങനെ പടികൾ, ഓരോ വാതിലുകളും തുറന്നു കിട്ടും. എന്നിട്ടോ മുഴുകടങ്ങളും വീട്ടിയിട്ട് ബാക്കിയുള്ള സ്വത്ത് 4 വർഷം കഴിഞ്ഞിട്ടാണ്
അനന്തരാവകാശികൾക്കിടയിൽ വീതം വെച്ചത്. 4 കൊല്ലം വീണ്ടും മകൻ കാത്തിരുന്നു. 4 ഹജ്ജിന്റെ മൗസിം, ഹജ്ജിന്റെ 4 സീസണിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെ പോയിട്ട് മകൻ അബ്ദുള്ള പറയും, എന്റെ വാപ്പ സുബൈർ മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ആർക്കെങ്കിലും വല്ലതും കിട്ടാനുണ്ടോ എന്നിങ്ങനെ 4 വർഷം 4 ഹജ്ജിന്റെ സീസണിൽ ആളുകൾ തടിച്ചുകൂടുന്നിടത്തൊക്കെ പോയി ഉറക്കനെ വിളിച്ചു ചോദിച്ച്, എന്റെ വാപ്പ എന്നെ ഒരാൾക്കും ഒരു നയാ പൈസയും കൊടുക്കാനില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ശേഷമാണ് ബാക്കിയുള്ള സ്വത്ത് അനന്തരാവകാശികൾക്ക് വീതം ചെയ്തത്. അങ്ങനെ മക്കളുമാണ് നമുക്ക്. നമ്മൾ മരിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ സ്വത്ത് ഓഹരി വെക്കുന്നതിലും മറ്റുമൊക്കെ ആയിരുന്നു അവിടെ ശ്രദ്ധ. ബാപ്പാന്റെ കടത്രേ, ബാപ്പാർക്കെങ്കിലും കൊടുക്കാണ്ടോ, ഇതൊന്നും ഒരു അന്വേഷണം ചിലപ്പോൾ മക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. അതിന് ആ രീതിയിലെ ആ ഒരു വിധാനത്തിലേക്ക് മക്കൾ ഉയർന്നു വരാൻ നമ്മൾ ചെറുപ്പത്തിലെ അവരെ അതിനുള്ള ധാർമ്മികമായ ബോധവും ശിക്ഷണവും ഒക്കെ നൽകി അവരെ വളർത്തണം. അത് ആ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇനി കടം കൊടുത്ത ആളുകൾ കടം കൊടുക്കാൻ ഒരു സദഖയാണ്. കടം കൊടുത്താൽ ഒരു സദഖ ചെയ്ത കൂലി കിട്ടും. കടം കൊടുത്ത ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുവഴി കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവധി നീട്ടിക്കൊടുത്താൽ, എന്റെ കപ്പല്ല എന്നാ പിന്നെ തന്നാൽ മതി എന്ന അവധി നീട്ടിക്കൊടുത്തു. അങ്ങനെ ഒരാൾ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ഈ മനുഷ്യന് കടം കൊടുത്ത വ്യക്തിക്ക് യൗമുൽ ഖിയാമയിൽ ഉണ്ടാകുന്ന പ്രയാസം അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കും. അവന്റെ പാപങ്ങളെ അല്ലാഹു തആല വിട്ടുകൊടുക്കും, അത് പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അർശിന്റെ തണൽ വരെ കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ നളറ മുഅ്സിറൻ ഔ വളഅ ലഹു അദല്ലല്ലാഹു യൗമൽ ഖിയാമ തഹ്ത ളില്ലി അർശി. കടബാധ്യതയുള്ള ഒരാള്, അവൻ ഞെരുക്കത്തിലാണ്, അപ്പൊ അവൻ അവധി നീട്ടിക്കൊടുത്തു. അല്ലെങ്കിൽ നിങ്ങൾ തരാനുള്ള അത്രയും തരേണ്ട, കുറച്ച് തന്നോളി, അത്രയും തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കുറച്ചു കൊടുത്താൽ അവന് കിട്ടുന്ന പ്രതിഫലം അർശിന്റെ തണൽ അല്ലാഹു തആല അവന് നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരമാവധി നമ്മൾ കടമില്ലാത്തൊരു ജീവിതം നയിക്കാൻ ശ്രമിക്കുക. ഏറ്റവും വലിയ സമ്പാദ്യം തന്നെ കടമില്ലാത്ത ജീവിതമാണ് ഏറ്റവും വലിയ സമ്പാദ്യമുള്ള ജീവിതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ 3 കാര്യം അതിൽ നിന്ന് ഒരാൾ മുക്തനായാൽ അവന് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒറ്റ ഹദീസിൽ. റസൂലുള്ളാഹി പറഞ്ഞ ഒന്നാമത്തെ കാര്യം, മൻ മാത വഹുവ ബരീഉം മിൻ തലാസിൻ. 3 കാര്യത്തിൽ നിന്ന് മുക്തമായിട്ട് ഒരാൾ മരിച്ചാൽ അല്ലാഹു തആല അവന് സ്വർഗം നൽകും. ഒന്ന് കിബറാണ്, കിബറില്ലാത്ത മരിച്ചുപോയി. കിബറില്ലാതെ അവന്റെ മറുവശം വിനയമാണ്, അങ്ങനെ ഉണ്ടായി. ഗുലൂലിൽ നിന്ന് മുക്തമായ ജീവിതം. ഗുലൂൽ എന്ന് പറഞ്ഞാൽ ഗനീമത്ത് സ്വത്ത്, യുദ്ധാർജിത സ്വത്ത്, അത് വീതം വെക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് കട്ടെടുക്കുക, അതാണ് ഗുലൂൽ. അങ്ങനെ ചെയ്യാത്ത ഒരാള് അവനും സ്വർഗമുണ്ട്. മൂന്നാമത്തെ റസൂലുള്ളാഹി പറഞ്ഞത് വദ്ദൈൻ, കടമില്ലാത്തൊരവസ്ഥ. കടമില്ലാതെ മരിച്ചു, ആർക്കും 5 കാശ് കൊടുക്കാനില്ല, അല്ലെങ്കിൽ കൊടുക്കാനുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള മാർഗം ഇവിടെ ഉണ്ട്. ആ രീതിയിൽ ഒരാൾ മരിച്ചാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ തമ്മാനിൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, കടമുക്തമായ ഒരു ജീവിതം ഉണ്ടാവാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഉള്ളതിൽ തൃപ്തനായി ജീവിക്കാൻ പഠിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ അസ്ലം വഖന്നഅഹു അല്ലാഹു ബിമാ ആതാഹ വറുസിഖ കഫാഫ. മുസ്ലിമായ ഒരാൾക്ക് വിജയം കിട്ടി, അല്ലാഹു തആല നൽകിയതിൽ തൃപ്തനായി ജീവിക്കാൻ പറ്റിയവനും വിജയം കിട്ടി.
വറുസിക കഫാഫൻ, നിത്യവൃത്തിക്കുള്ളത് നൽകപ്പെട്ടു. അന്നന്ന് കഴിച്ചു കൂട്ടുവാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും വിജയത്തിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന തന്നെ അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആല മുഹമ്മദിൻ ഊതാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ റിസ്ഖിനെ നീ കൂത്താക്കി നിശ്ചയിച്ചു തരണേ. കൂത്ത് എന്ന് പറഞ്ഞാൽ അന്നന്ന് കഴിച്ചു കൂട്ടാൻ ആവശ്യമായത് എന്നാണ്. അതിന് അങ്ങനൊരു അവസ്ഥ നൽകണേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന തന്നെ അങ്ങനെയായിരുന്നു. മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക് അൻ ഹറാമിക് വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഇതും അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നീ നിഷിദ്ധമാക്കിയതിന്റെ പകരം നീ അനുവദിച്ചതുകൊണ്ട് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റണമേ. നിന്റെ ഔദാര്യം കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും എന്നെ നീ ധന്യനാക്കുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ മഹറം, കടബാധ്യതയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ വരെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണാം. പഠിച്ച് മനഃപ്പാഠമാക്കി അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എത്ര ഭീമമായ കടമുണ്ടെങ്കിലും ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നമ്മൾ അല്ലാഹുവിനോട് തേടിയാൽ അല്ലാഹു വഴി തുറന്നു തരും, ഉറപ്പാണ്. വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അക്കാര്യം നമ്മുടെ സജീവമായ ശ്രദ്ധയിലുണ്ടാകണം.